ഹായ് ഹലോ എല്ലാവർക്കും ആശസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാനീ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? എൻ്റെ സ്വന്തം നാടായ തലശ്ശേരി ടെമ്പിൾ ഗേറ്റിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാട്ടോ. അവിടെ ഉത്സവം കൊടിയേറിയിട്ട് 3ാമത്തെ ദിവസമാണ്. കൊടിയേറ്റവും അതുപോലെ തന്നെ 2ാമത്തെ ദിവസം എനിക്ക് മിസ്സായിപ്പോയി. കാരണം മുഴപ്പിലങ്ങാടിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇവിടുത്തെ കൊടിയേറ്റം. അതുകൊണ്ട് ഇത്തവണ എനിക്കിവിടെ കൊടിയേറ്റം കാണാൻ വരാൻ പറ്റിയില്ല. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമുക്കിവിടെ ഒരു ഐതിഹ്യമുണ്ട്. അതായത് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം. അപ്പോൾ കൊടിയേറ്റവും അതുപോലെ തന്നെ കൊടിയിറക്കവും കാണുക എന്നുള്ളത് ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതും കൂടി ഒരു വിശ്വാസമാണ്. ഇത്തവണത്തെ കൊടിയേറ്റം എനിക്ക് മിസ്സായിപ്പോയി. എന്നാൽ സാരമില്ല, ബാക്കിയുള്ള 5 ദിവസം കാണാൻ പറ്റട്ടെ, ഇന്ന് എല്ലാ ദിവസവും അവിടെ പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു വിശ്വാസം, ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ 3ാമത്തെ ദിവസം ഞാൻ അവിടെ എത്തിയ സമയത്ത് ആനയുടെ എഴുന്നള്ളത്ത് നടക്കുകയായിരുന്നു. അത് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടു. ഒരുപാട് ദൂര പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇത് കാണേണ്ടിയിട്ടായിട്ട് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് നമ്മൾ ജഗന്നാഥ ക്ഷേത്രം. പിന്നെന്താ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വെറും 4 ആനയാക്കിയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്നാലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇതിനൊക്കെ കാണുമ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ ഒരു എന്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠ കൂടി അവിടെ ഉണ്ട്. ഗുരുസ്വാമീനെ നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങാം. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കയറി ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും. ഇത്തവണ നമ്മൾ മെയിനായിട്ടും പോയത് ഇതുപോലെ ചെടികളൊക്കെ നോക്കാനായിരുന്നു. പിന്നെ ബജിയൊക്കെ കഴിച്ചു. ചെടികളും ബാക്കിയുള്ളതും കൂടി നോക്കാമെന്ന് വെച്ചാൽ കണ്ടോ, ഇത്രയും സ്റ്റോൾസ് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമല്ലേ, കുറേയൊന്നും ഓപ്പൺ ആയിട്ടില്ല, ഫുള്ളായിട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇനിയും ഓപ്പൺ ആവും. 4ാമത്തെ ദിവസം മുതൽ ഒട്ടുമിക്കം എല്ലാം ഓപ്പൺ ആവും. അപ്പോൾ ഇന്ന് ഞാൻ അങ്കിയെ കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് അങ്കി തന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അമ്പലത്തിൽ വെച്ച് കണ്ടു. പിന്നെ ഞങ്ങളതേ വീണ്ടും ചെടീൻ്റെ വേറൊരു സ്ഥലത്ത് എത്തി. അച്ഛനും അമ്മയും ചെടികളൊക്കെ നോക്കുന്ന തിരക്കായിരുന്നു. നമ്മളത് വാങ്ങാമെന്നുള്ള പ്ലാൻ തന്നെയാണ് കയറിയത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിയായിരുന്നു. നമുക്ക് ഇത്തവണ ഉത്സവം വന്നേക്കുന്നത് മാർച്ച് 9 മുതൽ 16 വരെയാണ് കേട്ടോ. അപ്പം എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ വരിക അമ്പലത്തിൽ. വൈകിട്ട് ശേഷം ഉണ്ടാവും, രാവിലെ ഒന്നും വന്നിട്ട് കാര്യമില്ല. നമുക്ക് 5 മണിക്കാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ സമയത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഉണ്ട്. എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാംസ് ആയിട്ടുണ്ട്, ഗാനമേള, നാടകം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും വരിക. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീമും കഴിച്ചു, നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പം വീണ്ടും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇതുപോലത്തെ ഉത്സവത്തിൻ്റെ വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.